മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ മാർത്തോമ മാത്യു തൃതീയൻ കത്തോലിക്ക ബാബയുമായി കൂടിക്കാഴ്ച നടത്തി. സഭയിലെ മറ്റു ബിഷപ്പുമാരും സഭാസ്ഥാനത്തുണ്ടായിരുന്നു. സഭയുമായി നല്ല ബന്ധം എന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ഇന്നലെ കോട്ടയത്തുണ്ടായിരുന്നു, അതുകൊണ്ട് ദേവലോകത്ത് വരിക, ബാവയെ കാണുക എന്നുള്ളതാണ്. ബാവ തിരുമേനിയായിട്ട് എല്ലാ കാലത്തും എനിക്ക് വലിയ അടുത്ത ബന്ധമാണ്. അപ്പം തന്നെയല്ല ദേവലോകം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം കൂടിയാണ്. ഞാനിവിടെ കോട്ടയത്ത് MP ആയിരിക്കുന്ന കാലം മുതൽ നിത്യസന്ദർശകനായിരുന്നു ഇവിടെ. അപ്പം അങ്ങനെ കാണാൻ വന്നതാണ്. പ്രതിപക്ഷ നേതാവ് ഒരു സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. എവിടെ? കാക്കനാട് പ്രതിപക്ഷ നേതാവ് എത്തി. ഈ സഭ കഴിഞ്ഞ ദിവസം ഉന്നയിച്ചൊരു ആക്ഷേപം, ഈ ബാറുകളുടെ സമയം കൂട്ടിയ ആ ഒരു വിഷയത്തിൽ അവരൊരു വലിയൊരു പ്രതിഷേധമുണ്ട്. അതൊരു നിവേദനമായിട്ട് സർക്കാരിന് കൈമാറുകയും ചെയ്തു. അതെ, അത് സർക്കാർ തീരുമാനിക്കേണ്ട കാര്യമല്ലേ, അവർ തീരുമാനിച്ചതല്ലേ. അത് പ്രതിപക്ഷമായിട്ട് ഒരു ചർച്ച നടത്തിയിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞ കാര്യമാണ്. അത് അവരാണത് തീരുമാനിക്കേണ്ടത്. തീർച്ചയായിട്ടും. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ വിവരങ്ങളുമായി ചേരുന്നു. പറയൂ ടോബി. SKN ഇന്ന് രാവിലെ 8:30 കൂടിയാണ് സഭാ സ്ഥാനത്തേക്ക് ചെന്നിത്തല എത്തിയത്. നമുക്കറിയാവുന്നതുപോലെ നേരത്തെ തന്നെ സഭയുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ചെന്നിത്തല. എന്തായാലും ഇപ്പോഴത്തെ ഒരു സന്ദർശനം അതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, VD സതീശൻ നയിക്കുന്ന പുതിയുഗ യാത്ര ഇന്ന് കോട്ടയം ജില്ലയിലാണ്. ഇന്ന് പൗരപ്രമുഖരുമായിട്ടുള്ള കൂടിക്കാഴ്ച രാവിലെ പ്രതിപക്ഷ നേതാവ് തൊട്ടടുത്ത് കോട്ടയം നഗരത്തിൽ നടത്തുന്നുണ്ട്. ആ സമയത്താണ് ചെന്നിത്തല തൊട്ട് സമീപത്തുള്ള ഏകദേശം കിലോമീറ്ററുകൾ മാത്രം ഇപ്പറയുള്ള ദേവലോകം അരമനയിലെത്തി കത്തോലിക്ക ബാവയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇതിൽ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു വാക്കെന്ന് പറയുന്നത് രാഷ്ട്രീയമുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അതായത് തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കുകയാണ്, അതുകൊണ്ട് തന്നെ രാഷ്ട്രീയം ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന് രമേശ് ചെന്നിത്തല പറയുന്നു. എന്നാൽ അതിനപ്പുറത്തേക്ക് സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു ചർച്ചകളും നടന്നിട്ടില്ല. പ്രത്യേകിച്ചും ചെങ്ങന്നൂർ പോലെയുള്ള അല്ലെങ്കിൽ ആറന്മുള പോലെയുള്ള പ്രദേശങ്ങളിൽ, ആ മേഖലകളിലൊക്കെ, ഹരിപ്പാട് പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ ഓർത്തഡോക്സ് സഭയ്ക്ക് വലിയ സ്വാധീനമുള്ള ഒരു മേഖലയാണ്. അവിടുത്തെ സ്ഥാനാർത്ഥികൾ ആരായിരിക്കണം എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ചർച്ച ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹം പറയുമ്പോൾ പോലും രാഷ്ട്രീയം ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് കൃത്യമായി രമേശ് ചെന്നിത്തല പറഞ്ഞു വെക്കുന്നു. എന്തായാലും നിർണായകമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണ്. സഭാ നേതാക്കളെ ചെന്നിത്തല കണ്ടു തുടങ്ങിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം പോകുന്നത് ദേവലോകത്ത് നിന്നും നേരെ പെരുന്നയിലേക്കാണ്. സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തുമോ എന്നറിയില്ല, പക്ഷെ അവിടെ എത്തി പുഷ്പാർച്ചന നടത്തും എന്ന് മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അവിടേക്കുള്ള യാത്രയിലാണ് അദ്ദേഹം. എന്തായാലും പ്രതിപക്ഷ നേതാവിന്റെ യാത്ര കോട്ടയം ജില്ലയിൽ പ്രവേശിച്ച അതേ ദിവസം തന്നെയാണ് ഈ സന്ദർശനത്തിന് വേണ്ടി സഭാ നേതാക്കളെ അല്ലെങ്കിൽ മതമേലധ്യക്ഷന്മാരെ കാണാൻ വേണ്ടിയുള്ള ഒരു നീക്കം രമേശ് ചെന്നിത്തലയും നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.